ഒരു ചെറിയ ചോദ്യം. നിങ്ങൾ ചാറ്റ് ജിപിടിയോടോ മറ്റേതെങ്കിലും എഐയോടോ ഈ കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടോ? പലരും ചോദിക്കാറുണ്ട്. ഒരു ലിങ്ക് തന്നാൽ നമ്മൾ എന്തു ചെയ്യും? അതിൽ ക്ലിക്ക് ചെയ്യും. പറഞ്ഞതല്ലേ, ശരിയായിരിക്കാം എന്ന് വിചാരിച്ച് നേരെ അതിൽ ക്ലിക്ക് ചെയ്യും. പക്ഷേ പറഞ്ഞ ആ വെബ്സൈറ്റ് യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നല്ലോ. അതിലും അപകടകരമായ കാര്യം, ഇല്ലാത്ത വെബ്സൈറ്റ് ഒരു ഹാക്കർ വാങ്ങി അതിൽ വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കിയാലോ. ഇതാണ് ഇപ്പോൾ കണ്ടെത്തിയ പുതിയ സൈബർ ആക്രമണം. ഇതിൻ്റെ പേരാണ് ഫാൻറ്റം സ്ക്വാട്ടിംഗ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം. എല്ലാം അറിയുന്ന ഒരാളല്ല, അത് ഇൻ്റർനെറ്റിൽ നിന്ന് പഠിച്ച ഒരു ഭാഷാ മോഡലാണ്. മിക്ക സമയത്തും ശരിയായ ഉത്തരമാണ് പറയുന്നത്. പക്ഷേ ചിലപ്പോൾ ഉത്തരമറിയില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഉത്തരം സൃഷ്ടിച്ചു പറയും. ഇതിനെയാണ് ഹാലുസിനേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ എയോട് ചോദിക്കുന്നു, ABC ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഏതാണ്? മറുപടി പറയുന്നു abcbanksecure.com. കാണാൻ നല്ല ഔദ്യോഗിക വെബ്സൈറ്റ് പോലെയല്ലേ? പക്ഷേ അങ്ങനെ ഒരു ഡൊമൈൻ യഥാർത്ഥത്തിൽ ഇല്ല. അത് ഊഹിച്ച് പറഞ്ഞതാണ്. ഇവിടെ നിന്നാണ് ഹാക്കർമാരുടെ കളി തുടങ്ങുന്നത്. ഹാക്കർ ആ പേര് പരിശോധിക്കും. അത് ആരും വാങ്ങിയിട്ടില്ലെങ്കിൽ അവൻ ഉടനെ ആ ഡൊമൈൻ വാങ്ങും. ഇപ്പോൾ ഇല്ലാത്ത വെബ്സൈറ്റ് അവൻ്റെ സ്വന്തമായി. ശേഷം അവൻ എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ ബാങ്കിൻ്റെ വെബ്സൈറ്റ് അതുപോലെ കോപ്പി ചെയ്യും. ലോഗോ, കളർ, ലോഗിൻ പേജ് എല്ലാം ഒരുപോലെ. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു വ്യാജമാണെന്ന് മനസ്സിലാകില്ല. ഇനി ഒരാൾ വീണ്ടും എയോട് അതേ ചോദ്യം ചോദിക്കുന്നു. വീണ്ടും അതേ വെബ്സൈറ്റ് പറയും. കാരണം അതിനത് തെറ്റാണെന്നറിയില്ല. ഉപഭോക്താവിന് ആ ലിങ്കിൽ കയറും, യൂസർ നെയിം നൽകും, പാസ്വേഡ് നൽകും, OTP നൽകും. പക്ഷെ ഇതെല്ലാം ബാങ്കിലേക്കല്ല പോകുന്നത്, നേരെ ഹാക്കറുടെ അടുത്തേക്കാണ്. റിസർച്ചർ ഇതെങ്ങനെ കണ്ടെത്തി? സൈബർ സുരക്ഷാ റിസർച്ചേഴ്സ് പാലോ ആൽട്ടോ നെറ്റ്വർക്ക് യൂണിറ്റ് 42 ഒരു പരീക്ഷണം നടത്തി. അവർ എയോട് പരീക്ഷണമല്ല ചോദിച്ചത്, ഏകദേശം 6 lakhs ചോദ്യങ്ങൾ. 913 വലിയ ബ്രാൻഡുകളെക്കുറിച്ച് ചോദ്യങ്ങൾ. ഏകദേശം 21 lakhs വെബ്സൈറ്റുകൾ നൽകി. അത് പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി. ആയിരക്കണക്കിന് ലിങ്കുകൾ ഇതിനകം അപകടകരമായ വെബ്സൈറ്റുകളായിരുന്നു. ഇതിൽ വലിയ പ്രശ്നം, ലക്ഷക്കണക്കിന് ഡൊമൈൻ പേരുകൾ ആരും ഇതുവരെ വാങ്ങിയിട്ടില്ലായിരുന്നു. അത് തന്നെ ഉണ്ടാക്കിയ പേരുകളായിരുന്നു. അതായത് ഹാക്കർക്ക് സമയം കിട്ടിയാൽ ഇവയെല്ലാം വാങ്ങാൻ കഴിയും. എന്തുകൊണ്ട് ഇത് വളരെ അപകടകരമാണ്? സാധാരണമായി ഒരു വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ സെക്യൂരിറ്റി കമ്പനികൾ അത് കണ്ടെത്തും, ബ്രൗസർ മുന്നറിയിപ്പ് നൽകും, ആൻറ്റിവൈറസ് ബ്ലോക്ക് ചെയ്യാം. പക്ഷേ പുതിയ ഡൊമൈൻ ആണെങ്കിൽ അതിന് മോശം ചരിത്രമൊന്നുമില്ല, അതിൻ്റെ ഹിസ്റ്ററി എല്ലാം ക്ലീൻ ആയിരിക്കും. അതിനാൽ ആദ്യം അത് സാധാരണ വെബ്സൈറ്റ് പോലെ കാണും. ഇതാണ് ഹാക്കർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. യഥാർത്ഥത്തിൽ സംഭവിച്ച സംഭവം എന്ന് പറഞ്ഞാൽ, റിസർച്ചർ ഒരു ദിവസം ശ്രദ്ധിച്ചു, സ്ഥിരമായി ഒരു പോസ്റ്റൽ സർവീസിനെ വ്യാജ വെബ്സൈറ്റായി പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഡൊമൈൻ ആരുടെ സ്വന്തമായിരുന്നില്ല. 23 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഹാക്കർ അത് വാങ്ങി. ശേഷം യഥാർത്ഥ പോസ്റ്റൽ സർവീസ് വെബ്സൈറ്റ് അതേപോലെ കോപ്പി ചെയ്തു. അവിടെ ആളുകൾ നോക്കുമ്പോൾ ബാങ്ക് വിവരങ്ങൾ, കാർഡ് വിവരങ്ങൾ, ദേശീയ തിരിച്ചറിയൽ വിവരങ്ങൾ, OTP എല്ലാം നൽകി. അവ നേരെ ഹാക്കറുടെ കയ്യിലെത്തി. അതിലും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ആ വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിക്കാനും ഫിഷിംഗ് കിറ്റ് ഉണ്ടാക്കാനും കോഡിംഗ് അസിസ്റ്റൻറ്റ് തന്നെയാണ് ഹാക്കർ യൂസ് ചെയ്തത്. അതായത് തെറ്റായ വെബ്സൈറ്റ് പേര് പറഞ്ഞു, പിന്നീട് അതേ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തു. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇതേ തെറ്റ് ചെയ്യുന്നു? പലർക്കും തോന്നും ഡേറ്റയുടെ പഴയതുകൊണ്ടായിരിക്കും. അല്ലേ? പ്രശ്നം അതല്ല. മനുഷ്യനെ പോലെ ഇൻ്റർനെറ്റ് തിരയുന്നില്ല. അത് ഭാഷയിലെ പോലെ പാറ്റേണുകൾ നോക്കി ഇങ്ങനെ ഒരു ഡൊമൈൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഊഹിച്ച് പറയുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇല്ലാത്ത വെബ്സൈറ്റ് പറയുന്നത്. നമ്മൾ എന്തു ചെയ്യണം? ഒരു വെബ്സൈറ്റ് പറഞ്ഞാൽ ഉടനെ അതിൽ കയറരുത്. ആദ്യം ഗൂഗിളിൽ കമ്പനി ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കുക, URL എടുക്കുക,
URL ശരിയാണോ നോക്കുക. പാസ്വേഡ്, OTP, കാർഡ് ഡീറ്റെയിൽസ് ഇവ നൽകുന്നതിന് മുമ്പ് 2 തവണ പരിശോധിക്കുക. പറഞ്ഞുകൊണ്ട് മാത്രം വിശ്വസിക്കരുതും. ഇതുവരെ നമ്മൾ കരുതിയത് ഹാക്കർമാർ വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി ആളുകളെ വഞ്ചിക്കുന്നതെന്നാണ്. പക്ഷെ ഇനി പുതിയ രീതിയാണ്. ആദ്യം ഒരു ഇല്ലാത്ത വെബ്സൈറ്റ് പേര് പറയും, പിന്നീട് ഹാക്കർ അത് വാങ്ങും. അതിനുശേഷം അതേ തന്നെ ആളുകളെ ആ വെബ്സൈറ്റിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഒരു കാര്യം മാത്രം ഓർക്കുക, വളരെ നല്ല സഹായിയാണ്. പക്ഷേ പറയുന്ന ഓരോ ലിങ്കും അന്തിമ സത്യമല്ല. എപ്പോഴും ചെറിയ പരിശോധന നടത്തൂ. 1 മിനിറ്റ് പരിശോധന നിങ്ങളുടെ അക്കൗണ്ടിലെ പണവും വ്യക്തിഗത വിവരവും രക്ഷിച്ചേക്കാം.